ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിൽ ഇന്ന് പറയാൻ പോകുന്നത് ആംസ്റ്റർ കോമ്പറ്റ് ഗെയിമിലെ കീ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലെ കീ ലഭിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് കീ ഒന്നും ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് 100% അത് സോൾവ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് ഈ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആ ഗെയിമിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഇതിന്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും, എങ്ങനെ നമുക്ക് സൈക്കിളിന്റെ ലെവലുകൾ കൂട്ടാം, ഏതൊക്കെ സൈക്കിളാണ് സ്പീഡിൽ അതുപോലെ തന്നെ ഹാൻഡിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്താണ്ട് കീ കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സൈക്കിളിന്റെ ലെവൽ എങ്ങനെ കൂട്ടാൻ നോക്കും. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ 3 ബോക്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു സൈക്കിളിന്റെ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ ഓപ്പൺ ആവും. അതിനുശേഷം ഈ ഓരോ സൈക്കിളിലും ഓരോ നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 2 3 അങ്ങനെ 10 നമ്പറുകളാണ്. അപ്പോൾ ഒരു നമ്പറും അതുപോലെ തന്നെ ഒരു നമ്പർ, അതായത് 1 1 എന്നുള്ള സൈക്കിൾ നമുക്ക് യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് 2 ആവും. അപ്പോൾ നമുക്ക് സൈക്കിൾ ഒരിത്തിരി ലെവലുകൾ കൂട്ടാം. ഏതൊക്കെ സൈക്കിളാണ് സ്പീഡിൽ അതുപോലെ തന്നെ ഹാൻഡിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്തുകൊണ്ട് കീ കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സൈക്കിളിന്റെ ലെവൽ എങ്ങനെ കൂട്ടാൻ നോക്കും. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ 3 ബോക്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു സൈക്കിളിന്റെ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ ഓപ്പൺ ആവും. അതിനുശേഷം ഈ ഓരോ സൈക്കിളിനും ഓരോ നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 2 3 അങ്ങനെ 10 നമ്പറുകളാണ്. അപ്പോൾ ഒരു നമ്പറും അതുപോലെ തന്നെ ഒരു നമ്പർ, അതായത് 1 1 എന്നുള്ള സൈക്കിൾ നമുക്ക് യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് 2 ആവും. അപ്പോൾ നമുക്ക് സൈക്കിൾ ഒരിത്തിരി ലെവലും കൂടെ കൂടും. അപ്പോൾ 2 2 നമുക്ക് യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിച്ചാൽ ഇപ്പൊ നമ്മുടെ സൈക്കിൾ ഇവിടെ ലെവലപ്പ് ആയി. നമുക്കിവിടെ പുതിയൊരു സൈക്കിൾ ലഭിച്ചു. ഇനി ആ ഒരു സൈക്കിളിലൂടെ നമുക്ക് ലെവൽ ചെയ്യാം. 3 3ലേക്ക് ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സൈക്കിൾ കൂടി നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ സൈക്കിളിന്റെ ലെവല് നമുക്ക് ഇവിടെ നമുക്ക് ഈ സൈക്കിളിന്റെ ഹാൻഡ്ലിങ് സ്മൂത്ത് എത്രയാണ്, അതുപോലെ തന്നെ സ്പീഡ് എത്രയാണ് എന്നൊക്കെ ഇതിന്റെ മുന്നിൽ ഗ്രാഫിൽ നമുക്കിത് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അതിനുശേഷം നമുക്ക് മുകളിൽ VIP നിലയുടെ മുകളിൽ സ്കിന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സൈക്കിള്, ഓപ്പൺ ആയ സൈക്കിള് നമുക്കിവിടെ കളക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സൈക്കിള് ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് ഗ്ലൗസ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, സ്പീഡ് മീറ്റർ ഉണ്ട്. അത് നമുക്ക് ഏത് സ്പീഡ് മീറ്റർ ആണെങ്കിലും എടുക്കട്ടോ. രണ്ടാമത്തെ സ്പീഡ് മീറ്റർ ആണെങ്കിൽ 7 ആട് നമുക്ക് വാച്ച് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ ഇതന്നെ നമ്മൾ എടുത്തു. അല്ല, നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു കീ എങ്ങനെയാണ് കളക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം എന്റെ കീ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റെഡ് കളറിൽ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കീ ഓരോ റൈസ് ഇതാകുമ്പോഴും നമുക്ക് ജയിക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ പതുക്കെ ഇത് റൈസ് ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം നമ്മൾ സ്പീഡ് ചെയ്ത് പോയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കാം. പതുക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ സൈക്കിൾ വന്ന് നമ്മളെ ഇടിച്ച് നമ്മളെ റൈഡ് അത് ക്ലോസ് ആവും. അപ്പൊ ഗൈസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മാക്സിമം സ്പീഡ് കൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, റൈഡ് ചെയ്യുക, ഒന്നാമത് എത്താൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെയാണ് കീ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കണമെന്നാണ് ഈ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ബാക്കിലേക്ക് പോവുക. ആപ്പിന്റെ ഈ ഒരു ആപ്പ് നമ്മൾ ബാക്കിലോട്ട് പോവുക. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഗൈസ്. ബാക്കിൽ പോയതിനു ശേഷം നമ്മുടെ ആ ഒരു എന്താ പറയാ, ഗൈസ്, നമ്മൾ ആ സൈക്കിളിന്റെ ആപ്പ്, ആ ഗെയിമിന്റെ ആപ്പ് എന്ത് ചെയ്യുക, ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ, ഒന്ന് നമ്മുടെ ആപ്പിന്റെ ഡീറ്റെയിൽസ് അറിയുന്ന ഓപ്ഷൻ. ഡിലീറ്റ് നമ്മൾ ചെയ്യരുത്. അപ്പോൾ നേരെ ഇപ്പറല്ല ഇടതുവശത്തില്ല ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനുശേഷം 2 3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ആപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഡാറ്റ, അതുപോലെ തന്നെ സ്റ്റോറേജ്, അങ്ങനെ ബാറ്ററി സേവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാള്, അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റ എന്നുള്ള 2 ഓപ്ഷനും 3 ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ഡാറ്റ എന്നുള്ള ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിയർ ക്യാച്ച്, ക്ലിയർ ഓൾ ഡാറ്റ എന്ന് കാണാൻ കഴിയും. നേരെ എന്ത് ചെയ്യുക, ക്ലിയർ ക്യാച്ച് ആദ്യം ഓക്കെ അടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ക്ലിയർ ഡാറ്റ എന്നുള്ള ആ ഒരു സംഭവം കൂടി ഓപ്പൺ ചെയ്തിട്ട് അതും ഓക്കെ അടിക്കുക. അങ്ങനെ ഓക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ആപ്പിലുള്ള ക്ലിയർ ഡാറ്റ, ക്ലിയർ ക്യാച്ച് ഒക്കെ ഫുള്ള് റീഫ്രഷ് ആയി. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുക. ഡിലീറ്റ് ചെയ്യരുത്, ആപ്പ് ക്ലിയർ ക്യാച്ച് ചെയ്യുക, ഡാറ്റ ക്ലിയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യണ ആ ഒരു രീതിക്ക് തന്നെ മാറും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും നമ്മൾ ഗെയിം കളിക്കുക. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കീ വന്നുകൊണ്ടേ ഇരിക്കും ഗൈസ്. ഓക്കെ, ഇനി ലേറ്റ് ആവില്ല. നമുക്ക് ഓരോ കളിയിലും അച്ചീവ് ചെയ്താൽ നമുക്ക് കീ അപ്പം തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഇതിൽ കീ നമുക്ക് ലഭിക്കുന്നത്.
അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.